നമസ്കാരം. കാശ് വാങ്ങിയിട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല. അതൊരു സ്വാഭാവികമായ അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ ഒരു നിരീക്ഷണമാണ്. എന്ന് പറഞ്ഞ് കാശ് വാങ്ങിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വിമർശിക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. ബിനോയ് വിശ്വം 1 ലക്ഷം ചോദിച്ചു പാർട്ടി സമ്മേളനത്തിന്. വെള്ളാപ്പള്ളി നടേശൻ 3 ലക്ഷം കൊടുത്തു. എന്നിട്ട് എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ തിരിയുന്നതും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഏതെങ്കിലും തരത്തിൽ പെരുമാറിയതിനെ കുറ്റപ്പെടുത്തുന്നതുമൊക്കെ ശരിയാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. MV ഗോവിന്ദൻ മാഷാണെങ്കിലോ ഒരു വർഗീയ പരാമർശവും വെള്ളാപ്പള്ളി നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിനകത്തൊന്ന് മനസ്സിലാകേണ്ടത്, വെള്ളാപ്പള്ളിയുമായി ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടാവുകയോ അല്ലെങ്കിൽ അത് പ്രശ്നം ഗുരുതരമാവുകയോ, ഇപ്പം CPI ആയിട്ട് പ്രശ്നം ഗുരുതരമാകാനുള്ള സാധ്യതയൊന്നുമില്ല. അവർക്ക് അങ്ങനെ ഒരു വലിയ സംഘർഷപരമായ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ നേരിടാനൊന്നുമുള്ള കഴിവിപ്പോൾ ഇല്ല. ശക്തിയുമില്ല, കഴിവുമില്ല, പ്രാപ്തിയുമില്ല, അതിനുള്ള ആൾക്കാരുമില്ല. നേരത്തെ VKV-യും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടായിരുന്ന CH ദമേനോന്റെ ഒക്കെ കാലമൊക്കെ പോയി. CH ദമേനോനും അതുപോലെ VKV-യും ഒക്കെ വന്ന് പണം വാങ്ങിയിട്ടുണ്ട്, അവരുടെ കാറിൽ ഞാൻ കയറിയിട്ടുണ്ട് എന്നൊക്കെ വെള്ളാപ്പള്ളി പറയുന്നത് കേട്ടു. പണം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും CPI CPM-മായി അകലുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് അല്ലെങ്കിൽ അതിന്റെ സൂചനകളാണ് നമ്മൾ കാണുന്നത്. മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് CPI-യെ ചെവിക്ക് പിടിച്ച് പിണറായി വിജയൻ ദൂരക്കളായി. CPI-യെ ഒപ്പം നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നും CPM-ന് ഉണ്ടാകുന്നുമില്ല. മാത്രമല്ല, ഇത്തരം സമുദായ നേതാക്കളുമായിട്ടും മറ്റ് ആൾക്കാരുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്തെങ്കിലും ഒരു പദ്ധതിയിൽ 10 രൂപ കിട്ടും കേന്ദ്രത്തിൽ നിന്ന് എന്ന് വിചാരിക്കുമ്പോൾ PMCയുടെ കാര്യമാണ്, അതിൽ കയറി ഇടങ്കോരിട്ട് അതില്ലാതാക്കുന്നു. അങ്ങനെ CPM-ന് വലിയ തലവേദനയായി CPI മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കാനം രാജേന്ദ്രൻ സഖാവ് ഉണ്ടായിരുന്നപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ബിനോയ് വിശ്വം സഖാവ് വന്നതോടുകൂടി മൊത്തം പ്രശ്നങ്ങൾ എല്ലാത്തിനെയും അങ്ങ് എതിർക്കുകയാണ്. CPM-ന് വളരെ ഗുണകരമായ, എല്ലാ തരത്തിലും ഗുണകരമായ, ഭരണപരമായിട്ടും അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും വലിയ ഗുണപരമായ ചിന്താഗതികളൊക്കെ തന്നെ വച്ചു പുലർത്തുന്ന ആളുകളെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ അത് CPM-ന് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും. അല്ലെങ്കിൽ തന്നെ പാർട്ടി ഒരു പ്രത്യേക അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇത്തവണ കൂടി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആ ഭരണത്തോടുകൂടി പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേരളത്തിലെ മേധാവിത്വം അവസാനിക്കും എന്നാണ് രാഷ്ട്രീയ പ്രബുദ്ധന്മാരൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെ 3 പ്രാവശ്യവും അല്ലെങ്കിൽ 4-5 പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് ഒരു ഭരണത്തിൽ എത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ തകർന്നടിഞ്ഞിട്ടേ ഉള്ളൂ. ബംഗാളിലും ഇതുപോലെയല്ലേ 4-5 പ്രാവശ്യം എത്തി. ത്രിപുരയിലും അങ്ങനെ തന്നെ തകർന്നിരിപ്പണമായി. വിദേശ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ആ അവസ്ഥയിൽ CPI-യെ കൂടെ കൂട്ടി ഉള്ളതുകൂടി ഇല്ലാതാക്കാൻ എന്തായാലും CPM ശ്രമിക്കില്ല, അല്ലെങ്കിൽ പിണറായി ശ്രമിക്കില്ല. മിക്കവാറും CPI-യെ ചെവിക്ക് പിടിച്ച് ദൂരെ എറിയും. CPI ഒറ്റയ്ക്ക് മത്സരിക്കാനോ അല്ലെങ്കിൽ UDF-ലേക്ക് പോവുകയോ അല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടാവുകയുമില്ല. CPI-ക്ക് തീർച്ചയായിട്ടും UDF-ലേക്ക് പോകാം, ഒരു കുഴപ്പവുമില്ല. UDF-ന് അത് വലിയ തോതിൽ ആശ്വാസം നൽകും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ലീഗ് ഉള്ളിടത്തോളം കാലം അതെങ്ങനെ സാധിക്കും എന്നുള്ള ഒരു ചോദ്യവുമുണ്ട്. CPI പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആ പ്രശ്നങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു. സമുദായ നേതാക്കളെ പലതരത്തിൽ അപമാനിക്കുന്നു, അവഹേളിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നു, അവരെ വിമർശിക്കുന്നു, അവരുടെ പണം വാങ്ങുകയും ചെയ്യുന്നുണ്ട്. സമ്മേളനത്തിന് 3 ലക്ഷം വാങ്ങിയല്ലോ. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് ഒരു രാഷ്ട്രീയമായ ഒരു കുഴഞ്ഞുമറിയലാണ് ഇപ്പോൾ ഇടതുപക്ഷത്ത് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CPI-യെ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആലോചനകൾ തുടങ്ങി എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ.